പ്രവാസികൾ പറയട്ടെ തുടരുകയാണ്. നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ നിസ്തുലം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ മേഖലകളിൽ ഭാരതം സ്വതന്ത്രമാകുമ്പോൾ പാവങ്ങളായ ഒട്ടേറെ പേരാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. നമ്മുടെ വ്യവസായ രംഗം എവിടെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇന്ന് നമ്മൾ പക്ഷേ ഒരു ആരെയും വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു ശക്തിയായി വളർന്നിരിക്കുകയാണ്. അത് വികസനത്തിൻ്റെ കാര്യത്തിൽ, വികസന വേഗത്തിൻ്റെ കാര്യത്തിൽ. ഇനി 25 വർഷം കൊണ്ട് സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. സർവ്വമേഖലയിലും സ്വയം പര്യാപ്തത, അത് നമ്മൾ കാണുന്ന സ്വപ്നമാണ്, നമ്മളുടെ ലക്ഷ്യമാണ്, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ശ്രീ KV ബോബൻ, ഇന്നത്തെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ പ്രവാസികൾ ഓരോ ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ വർക്ക് ഫോഴ്സിനൊപ്പമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിന്നും എത്തിയിട്ടുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരാണെങ്കിൽ തന്നെയും, ടെക്നീഷ്യൻസ് ആണെങ്കിൽ തന്നെയും, ടാക്ടീഷ്യൻസ് ആണെങ്കിൽ തന്നെയും ഏറ്റവും മികച്ചവർക്കൊപ്പം ജോലി ചെയ്യുന്നവരാണ്. ഓരോ പ്രോജക്ട്സും വേഗത്തിൽ കാര്യക്ഷമമായി പൂർത്തീകരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമുക്കും തോന്നും ഇങ്ങനെയൊന്നും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എങ്കിൽ എന്ന്. ചില കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊരിക്കലും ഗൾഫ് രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ആഗ്രഹിക്കാമല്ലോ പല കാര്യങ്ങളും. അങ്ങനെ ആഗ്രഹിക്കുന്ന വേളയിൽ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും വികസനത്തെക്കുറിച്ച് കടന്നു വരും. അത് അടിസ്ഥാന സൗകര്യ വികസനം, അതിപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വളരെ ശക്തമായ വേഗം കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. അത് റോഡ് നിർമ്മാണമാണെങ്കിൽ തന്നെയും വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യം. എങ്കിലും ഇനി അങ്ങോട്ടുള്ള അടുത്ത 25 വർഷം നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സ്പെസിഫിക്കായി കൃത്യമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? താങ്കളുടെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗൾഫും രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഈ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി കൾച്ചറൽ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ പറഞ്ഞ മറ്റുള്ള വർക്ക് ഫോഴ്സിനെയൊക്കെ കൂടി ഈ രാജ്യത്തും അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അങ്ങ് ഖത്തർ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണ്. നമ്മുടെ സ്പോർട്സ് രംഗവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വരേണ്ടതെന്നാണ് അങ്ങ് കരുതുന്നത്? ആ ഒരു മേഖലയെ അങ്ങൊന്ന് കൂടുതൽ ഊന്നൽ നൽകി സംസാരിക്കാമോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, നമ്മള് ഖത്തറിലെ സ്പോർട്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ കായിക രംഗത്ത് കൊടുക്കുന്ന ശ്രദ്ധ, ഖത്തർ ഒരു ചെറിയ രാജ്യമാണ് എങ്കിൽ പോലും ചെറുപ്പം മുതലേ കുട്ടികളെ അല്ലെങ്കിൽ അതില് പ്രതിഭയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ വിദേശത്തടക്കം, അത് ഈ വിദേശത്ത് പോകുന്നവരിൽ ഇന്ത്യക്കാരടക്കമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത്തരത്തില് ടാലന്റ് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ ഒരു അഭാവം, അതായത് നമ്മൾ അത് ശരിക്കും ഐഡന്റിഫൈ ചെയ്തിട്ട് കുട്ടികളിലുള്ള ആ കായിക വാസനകളെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പറയില്ല, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും, ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊന്നും സൈക്കിള് ചവിട്ട് പഠിക്കാൻ പറ്റില്ല, അതൊരു പ്രായത്തിന് മുമ്പ് തന്നെ പഠിക്കണം. അതുപോലെ നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ട് എത്രയൊക്കെ വളം വെച്ചാലും നമ്മുടെ കുട്ടികൾ ഒത്തിരി ടാലന്റുള്ള താരങ്ങൾ, കായിക താരങ്ങൾ ഇന്ത്യയിൽ ഇന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം, ഒരു കാലത്ത് ഹോക്കി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം ഗെയിമായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു സാങ്കേതികമായ മാറ്റങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഹോക്കി കളിച്ചു തുടങ്ങി. സ്വാഭാവികമായ പുല്ല് മൈതാനങ്ങളിൽ നിന്ന് ടർഫിലേക്ക് മാറി. ആ ഒരു സമയത്ത് അതിനെല്ലാം അഡാപ്റ്റ് ചെയ്യാനുണ്ടായ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഇന്ത്യ പിൽക്കാലത്ത് പുറകോട്ട് പോയത്. അതിനുശേഷം ഈ ഒളിമ്പിക്സിലാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഗെയിം എന്ന് പറയുന്ന ഹോക്കി ഒരു മെഡൽ നമുക്ക് നേടുവാൻ സാധിച്ചത്. അപ്പോ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ഉന്നതമായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വിദേശ കോച്ചുകളുടെ അഭാവമുണ്ട്. അതുപോലെ വിദേശങ്ങളിൽ അയച്ച് അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഇതിലെല്ലാം ഉപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ പ്രതിഭകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് ശരിയായ പരിശീലനവും അതിനുള്ള സൗകര്യങ്ങളുമെല്ലാം
ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്കെല്ലാം ഇതിൽ തുല്യ ഉത്തരവാദിത്തം. ശരിയാണ്. നമ്മൾ 130 കോടിയിലേറെ ജനങ്ങളുള്ള രാജ്യത്ത് ടാലൻറ്റ് സെർച്ച് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അങ്ങ് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതിൽ ഞാൻ ഇടപെട്ട് പറയുന്നു എന്ന് മാത്രം. കാരണം ഒന്നുകിൽ ഒരു രാജ്യത്തിന് സ്പോർട്സിൽ ഉജ്ജ്വല നേട്ടം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു കായിക സംസ്കാരം ഉണ്ടാകണം. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള അത്രയും സാമ്പത്തികമായിട്ടുള്ള അടിത്തറയുണ്ടാകണം. ഇതിൽ ആദ്യത്തേതാണ് നമുക്ക് സംഭവിക്കേണ്ടത്. നമുക്ക് നല്ലൊരു കായിക സംസ്കാരമാണ് ഉയർന്നു വരേണ്ടത് എന്ന് തോന്നുന്നു. കാരണം മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുന്നത്രയും പണം നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ചിലവഴിക്കാനുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ടാലൻറ്റ് സെർച്ച് നടത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ ആയിരക്കണക്കിന് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കുട്ടികളിൽ എല്ലാവരെയും ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി തന്നെ നമുക്ക് പറയാം ഒരു 2 ഒളിമ്പിക്സ് അപ്പുറം നടക്കുന്ന ഒരു 3ാമത്തെ ഒളിമ്പിക്സിൽ നമുക്ക് ഗംഭീര പ്രകടനം ഇപ്പോൾ കാഴ്ചവെച്ചതിനേക്കാളൊക്കെ പല മടങ്ങ് മുന്നിലേക്ക് എത്തുവാൻ നമ്മുടെ താരങ്ങൾക്ക് സാധിക്കും. ആ രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ കായിക രംഗത്തേക്ക് ഇറക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള കുട്ടികൾക്ക് എല്ലാ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഗൾഫിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഒപ്പം കൂട്ടുന്നവർ എത്ര പേർ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ കുട്ടികളെ വിടുന്നുണ്ട്? ആ കാര്യം കൂടി എനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. കാരണം താങ്കളുടെ പറഞ്ഞതുപോലെ സാമ്പത്തിക ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ വളരെ മുന്തിയ നിലയിലുള്ള പരിശീലനവും അല്ലെങ്കിൽ അതിനുള്ള കോച്ചുകൾ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ആവശ്യമായ സാമ്പത്തികം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി ഒരു ഇച്ഛാശക്തി, ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് ഒരു സ്പോർട്സ് സംസ്കാരം, നിങ്ങൾ പറഞ്ഞതുപോലെ ആ സ്പോർട്സ് സംസ്കാരം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു ഇച്ഛാശക്തി. അത് ഭരണകൂടങ്ങളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കായിക രംഗത്തുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഭരണാധികാരികളുടെ ആയിക്കോട്ടെ, ആ ഒരു ഇച്ഛാശക്തി വളർന്നു വരേണ്ടതുണ്ട്. അതായത് നമ്മൾ മറ്റെന്തിനും കൊടുക്കുന്ന ഒരു പ്രാധാന്യം തന്നെ സ്പോർട്സിന് എന്ന് കൊടുക്കുന്നു. അന്നാണ് ഈ പറഞ്ഞതുപോലെ പുതിയ പ്രതിഭകളെ കണ്ടുപിടിക്കുവാനും ടാലന്റ് ഹണ്ട് പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രതിഭകളെ വളരെ ചെറുപ്പത്തിലെ കണ്ടെടുത്ത് അവർക്ക് അതിനനുസൃതമായ പരിശീലനം നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട്, അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത അല്ലെങ്കിൽ 2-3 ഒളിമ്പിക്സ് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ നേടിയ ഏറ്റവും കൂടുതൽ മെഡൽ എന്ന നിലയിൽ നിന്ന് വളരെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. കാരണം ഖത്തർ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹം തന്നെ, നമുക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും തന്നെ അവരുടെ കുട്ടികളെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള സ്പോർട്സ് അക്കാഡമിയിലോ, അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ബാഡ്മിന്റൺ ആയിക്കോട്ടെ, ടേബിൾ ടെന്നീസ് ആയിക്കോട്ടെ, ചെസ്, ആ രീതിയിലുള്ള ഏതെങ്കിലും എല്ലാം കായിക പരിശീലനത്തിന് അവരുടെ, കാരണം വിദ്യാഭ്യാസം മാത്രമായിട്ട്, അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുക, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ട്യൂഷന് കയറുക, ട്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്ക് ചെയ്യുക, ആ ഒരു റൂട്ടീൻ ഞാൻ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിൽ ഇവിടെ കാണുന്നില്ല. ഇവിടെ എല്ലാം ഇന്ത്യക്കാരടക്കമുള്ള പാരന്റ്സ് ഈ കുട്ടികളെ ഈ ഒഴിവ് ദിവസങ്ങളിൽ, ഒരു വെള്ളിയാഴ്ച കിട്ടുമ്പോൾ, ആ ഒഴിവ് ദിവസം കിട്ടുമ്പോൾ അവരെ എല്ലാം അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി ഈ പരിശീലന സ്ഥലങ്ങളിൽ എത്തിക്കുവാനും അവിടെ 2 മണിക്കൂർ 3 മണിക്കൂർ എല്ലാം വെയിറ്റ് ചെയ്തിട്ട് അവരെ, അപ്പോ അതെന്തുകൊണ്ടാണ് ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമ്മൾ ഇവിടെ വരുമ്പോൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാജ്യത്തിന്റെ ഒരു കായിക സംസ്കാരമുണ്ട്. അപ്പൊ നമ്മൾ അതിനോട് ചേർന്ന് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ തിരിച്ച് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഞാനത് ഇന്ത്യയിലെ കായിക സംസ്ഥാനം, ഇന്ത്യയുടെ ആ ഒരു സംവിധാനത്തെ കുറ്റം പറയുകയല്ല, പക്ഷെ ആ ഒരു സംസ്കാരം വളർന്നു വരേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ഏത് കാര്യത്തിനും ഒരു കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ സ്പോർട്സിനും ഒരു പ്രത്യേക പ്രാധാന്യം അതോടൊപ്പം കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അതാത് സംഘടനകളിലുള്ള അംഗങ്ങളോട് തന്നെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് നല്ലൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. കാരണം അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒളിമ്പിക് മെഡലിസ്റ്റുകളെ മാത്രമായിരിക്കില്ല, നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ കൂടിയായിരിക്കും. ഇനി വരുന്ന തലമുറകളെല്ലാം നല്ല ആരോഗ്യമുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഓരോ ഗെയിമിലും അല്ലെങ്കിൽ ഓരോ സ്പോർട്സ് ഇവൻറ്റ്സിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു കായിക സംസ്കാരം ഉണ്ടാകും. പാർട്ടിസിപ്പേഷൻ കൂടുമ്പോൾ, കുട്ടികളുടെ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുമ്പോൾ ഏറ്റവും മികച്ച ടാലൻസിനെ നമുക്ക് അനായാസം കണ്ടെത്താനും സാധിക്കും. അതിലൂടെ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുകയും ചെയ്യും.
ശ്രീ വിനോദ് വി നായർ, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ പ്രവാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അവിടെ അനുവർത്തിക്കുന്ന അത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മാറേണ്ടതായി കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി, അതെല്ലാം കുറേയേറെ മാറേണ്ടതുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ കുട്ടികളെ കുറേ കൂടി ഇന്നൊവേറ്റീവ് ആകുവാനും കുറേ കൂടി എല്ലാ മേഖലയിലെയും അവരുടെ കഴിവിനെ പുറത്തെടുക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള ഒരു മാറ്റം അതുകൂടി വേണ്ടതല്ലേ? കാരണം അവരാണല്ലോ നാളെ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവർ. ലിയോജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നേരത്തെ ലിയോജി പറഞ്ഞത് ലൈക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ഒളിമ്പിക്സ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമുക്ക് ചിലപ്പം കുറെ സ്പോർട്സ് താരങ്ങൾ കിട്ടും അല്ലേ? ഇപ്പം ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളില്, ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പാനലിലുള്ള നമ്മുടെ ഉള്ള കൊച്ചുനാളില് സ്പോർട്സ് എന്ന് പറയുന്ന സംഭവത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ സ്കൂളിൽ ഒരു സ്പോർട്സ് ഇവന്റ് ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർക്കൊരു ഇത് അതിനെക്കാട്ടിലും ഒരു 2 മണിക്കൂർ ഇരുന്ന് പഠിക്കും, കളിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ, ആ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ സ്പോർട്സ് അല്ലെങ്കിൽ മ്യൂസിക് വാട്ടെവർ ഈ മറ്റേ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ടാലന്റ് റിലേറ്റഡ് ഐറ്റംസിന് അന്ന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു എഡ്യൂക്കേഷനിൽ. അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതിന് മീൻസ് പോയാലും കുഴപ്പമില്ല, പോയെങ്കിലും ഓക്കെ, കുറച്ച് അല്ലാതെ അതിന് വലിയ നമ്മുടെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ അതിനൊരു വലിയ ഇതില്ല. പിന്നെ ഗ്രാജുവലി ഒരു പോളിസി വന്നു. ഇപ്പം നമ്മുടെ സ്പോർട്സിൽ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു 10 മാർക്കോ 5 മാർക്കോ കിട്ടും എന്നുള്ള കാര്യം. അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ച് പേര് സ്പോർട്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിലൊരു വലിയ മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിനെ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിന്ന് മാറ്റിയിട്ട് മെയിൻ സ്ട്രീം എഡ്യൂക്കേഷന്റെ ഭാഗമാക്കി. അപ്പൊ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷന്റെ ആകുമ്പോഴുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിലുള്ള കുട്ടികൾ കമ്പൽസറിലി അവര് സ്പോർട്സ് ഒരു ഓപ്ഷനായിട്ട് എടുക്കണുണ്ട്. അപ്പൊ അതെടുക്കുമ്പം ഈ തലമുറ ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഇപ്പം ലിയോജി നേരത്തെ പറഞ്ഞ കൂട്ട് ഒരു 2 or 3 ഏഷ്യൻ ഗെയിംസോ ഒളിമ്പിക്സോ ആകുമ്പോഴത്തേക്ക് ഇന്നുള്ള മെഡൽ ടാലിയിൽ നമുക്കൊരു വലിയൊരു വ്യത്യാസം വരും. അതേപോലെ തന്നെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ തന്നെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു മാറ്റം ഇപ്പോഴുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ പോളിസിയിൽ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം. നമുക്കൊക്കെ ഒരു കഴിഞ്ഞ കുറെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഒരു നല്ല ജോബ് അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിൽ പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ പറ്റത്തുള്ളൂ. മലയാളം മീഡിയത്തിലോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലോ നമ്മൾ ഹിന്ദി മീഡിയമിലോ അല്ലെങ്കിൽ മറാഠി മീഡിയമിലോ കന്നഡയിലോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ റീജിയണൽ ലാംഗ്വേജിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പഠിച്ചാലും നമുക്കൊരു ISRO സയന്റിസ്റ്റ് ആവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു നല്ല എഞ്ചിനീയർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്പെഷ്യലി ഡോക്ടർ ആവാൻ പറ്റും എന്നുള്ള ആ ഒരു ഡൈനാമിക് ചേഞ്ച് ആണ് എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാരണം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ റീജിയണൽ അല്ലെങ്കിൽ നമ്മുടെ ഓൺ ലാംഗ്വേജ് മദർ ടങ് അല്ലെങ്കിൽ മലയാളം മീഡിയമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മലയാളം മീഡിയം സ്കൂളുകൾക്ക് ഇനി ഇപ്പൊ അങ്ങോട്ട് സ്റ്റുഡൻസ് ഇല്ലാന്ന് വരത്തില്ല. കാരണം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയമിലോട്ട് പോണ ആൾക്കാർ ഇപ്പൊ ഒരു കംഫോർട്ട് സോണിലായി. ഓക്കെ, റീജിയണൽ ലാംഗ്വേജിലായാലും നമുക്ക് ജോലി സാധ്യത അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ സാധ്യത ഉണ്ടെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ ആ കംഫർട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് വരും. നമ്മുടെ കുട്ടികൾ റീജിയണൽ ലാംഗ്വേജ് പഠിക്കും, നമ്മുടെ ഭാഷ പഠിക്കും. അതിന്റെ കൂടെ തന്നെ അവർക്കൊരു കംഫർട്ട് ലെവൽ ഉണ്ട്, അവർക്കൊരു നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ഒരു പ്രൊഫഷനിൽ പോകാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക USP യുണീക് സെല്ലിംഗ് പോയിന്റ് ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ. അപ്പോ അതെന്താന്ന് പറയുക, ഇത് നമ്മുടെ ഇവിടെ ചർച്ച
പറയുമ്പോഴത്തേക്കും ഈ സംഭവം ഗവൺമെന്റ് ഏജൻസീസും പിന്നെ സോഷ്യൽ സംഘടനകളും ഇതിന്റെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഏറ്റവും താഴെ ലെവലിൽ ആൾക്കാരെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ജെൻഡർ ഇക്വാലിറ്റി ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിന്റെ സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGOs ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. കാരണം ഈ പ്രൊപ്പഗേറ്റ് ചെയ്യാതെ ഇരിക്കുമ്പം ഏത് ഗവൺമെന്റും നല്ലൊരു പോളിസി കൊണ്ടുവന്നാൽ അത് ഒരു ലെവലിൽ മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ നമ്മൾ പറയുന്ന കൂട്ട് തന്നെ ഗവൺമെന്റ് ഏജൻസീസ്, NGOs, സോഷ്യൽ ആക്ടിവിസ്റ്റ് എല്ലാവരും ഒരുമിച്ച് വേണം ഇങ്ങനെ. യെസ് യെസ് ശ്രീ ഷാജു സുലൈമാൻ, നമുക്ക് മറ്റൊരു മാറ്റം വരേണ്ടത് കുറേയേറെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ടോ, അതോ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിൻ്റെ കാര്യമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സിറ്റുവേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കുറേയേറെ മാറ്റം വന്നിട്ടുണ്ട്. മുൻപത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ചില സ്പെസിഫിക് മേഖലകളിലേക്കാണ് നമുക്ക് നിക്ഷേപം കൂടുതൽ വരുന്നത് എന്ന് മാത്രം. മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വ്യവസായവൽക്കരണം കൂടുതൽ ശക്തമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു 138 കോടി ആളുകൾ താമസിക്കുന്ന ജീവിക്കുന്ന നാട് എന്ന് പറയുമ്പോൾ വലിയ ഒരു ശക്തിയാണത്. ലോകത്ത് നിന്ന് വളരെ ശക്തമായ ഒരു സാന്നിധ്യം അതുകൊണ്ട് തന്നെ നമുക്കുണ്ട്. ഇന്ത്യ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അത് കൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഉപഭോഗത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും സമീപനത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും ഏത് കാര്യമാണെങ്കിൽ തന്നെയും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം? ആദ്യം എനിക്ക് പറയാനുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഇവിടെ കുറെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഖത്തറിലെ എഡ്യൂക്കേഷനും നാട്ടിലെ എഡ്യൂക്കേഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ സ്ഥിതിയല്ല ഞാൻ പറയുന്നത്. ഞാൻ കേരളത്തിന്റെ സ്ഥിതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ രാവിലെ ഒരു 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, വൈകിട്ട് 4 മണി വരെ ആണ് ക്ലാസ് നടക്കുക. നമ്മുടെ ഖത്തറിലെ ഒരു സ്ഥിതി എടുത്ത് നോക്കിയാൽ രാവിലെ 7 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 1 മണിയാകുമ്പോൾ അവർ വീട്ടിൽ പോവുകയും കുട്ടികൾ സുഖമായിട്ടൊന്ന് ഉറങ്ങിയോ അല്ലെങ്കിൽ അവർ റെസ്റ്റ് ചെയ്തതിനു ശേഷം വൈകിട്ട് അവരുടെ സ്പോർട്സോ അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. അവർക്ക് ടൈം കിട്ടുന്നു. നമ്മുടെ നാട്ടില് ഇപ്പോഴും നമ്മുടെ സ്കൂളുകളുടെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് ഇത് തന്നെയാണ്. രാവിലെ കുട്ടികള് സ്കൂളിലേക്ക് പോകുന്നു, അവരൊരു 10 മണിക്ക് വൈകിട്ട് 4 മണി കഴിഞ്ഞ് വരുന്നു. എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളെ ഡോക്ടറും എഞ്ചിനീയറും IAS IPS മറ്റ് മേഖലകളിലേക്ക് തിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സ്പോർട്സിലേക്ക് അവർക്ക് താല്പര്യമില്ല. സ്പോർട്സിലേക്ക് അവർക്ക് പോകാനും സമയമില്ല കുട്ടികൾക്ക്. എത്ര കുട്ടികളാണ് സ്പോർട്സിലേക്ക് പോകുന്നത്? സ്പോർട്സിലേക്ക് ആരും പോകുന്നില്ല. അപ്പൊ ഞാനിത് പറയാൻ കാര്യം ആദ്യം ഈ സ്പോർട്സും നമ്മുടെ ഖത്തറിനെ കുറിച്ചും ഖത്തറിലെ സ്പോർട്സും ഖത്തറിലെ സ്പോർട്സിലേക്ക് പോകാൻ കുട്ടികൾക്ക് ടൈമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഈ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിന് ടൈമില്ല. അവർ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വന്നാൽ ട്യൂഷൻ അല്ലെങ്കിൽ മറ്റ് ഹോംവർക്ക് മറ്റു കാര്യങ്ങൾക്ക് അപ്പോഴത്തേക്കിന് നേരം സന്ധ്യയായി കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം മുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അടുത്ത ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റിയ രാജ്യമാണ്. ഇപ്പം ഗൾഫ് മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ഇന്ത്യൻസ് ആണ്. ബിസിനസ് എന്ന് പറയുന്ന മേഖലകൾ അവർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏത് മേഖലകളിൽ ഇപ്പൊ ഖത്തറിലായാലും ദുബായിലായാലും സൗദിയിലായാലും എവിടെ തിരിഞ്ഞാലും ഇന്ത്യൻസ് ആണ്. പ്രത്യേകിച്ച് കേരളക്കാർ നല്ല രീതിയിലുള്ള ബിസിനസ്സുകൾ അവർ ചെയ്യുന്നുണ്ട്. ഫോറിനിൽ പോയി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ രാജ്യത്തിന്റെ സിക്യൂർഡ് കൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഇപ്പം അവിടുത്തെ വരും ഇൻകവും മറ്റു കാര്യങ്ങളും അവർക്ക് ബിസിനസ് തുടങ്ങാനുള്ള എളുപ്പ മാർഗങ്ങളും നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മളിപ്പം ഈ അടുത്ത സമയങ്ങളിൽ ന്യൂസിലായാലും എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ബിസിനസ്സുകളും ചെയ്യാൻ ഇവിടെ പ്രവാസികൾ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മിനിസ്ട്രിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഞാൻ പറയുമല്ല. പല രീതിയിലും ബിസിനസ്സുകൾ ചെയ്യാൻ വന്നാൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതൊരു സത്യം മാത്രമാണ്. ആ സത്യത്തെ നാം എനിക്ക് തോന്നുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. നിക്ഷേപം നടത്താൻ എത്തുന്നവനെ ഏതെങ്കിലും വിധത്തിൽ
പല വിധത്തിലുള്ള ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നിയമങ്ങൾ ചുമത്തി ഇവിടെ നിന്നും മനസ്സുമടുപ്പിച്ച് ഓടിക്കുക എന്നുള്ള ഒരു സമീപനം അത് അറിഞ്ഞോ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം, അത് രാഷ്ട്രീയക്കാർക്ക്. ഉദ്യോഗസ്ഥർക്ക് ചില കാര്യങ്ങളിൽ ചില വെറുപ്പുകൾ വന്നു കഴിഞ്ഞാൽ അവർ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് തോന്നി ചില ഉദ്യോഗസ്ഥർ ഇറങ്ങിത്തിരിക്കാറുണ്ട്. അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഗൾഫിനോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു കാര്യം, സുതാര്യത, ഏകജാലക സംവിധാനം നമ്മൾ നാട്ടിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് വാക്കുകളിൽ മാത്രം നിൽക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അത് ഒരു എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കാരണം നമ്മൾ ഇപ്പോൾ മാറിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ മാറും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഉയരുകയാണ് ഈ സാഹചര്യം കൊണ്ട് തന്നെ, അല്ലേ ശ്രീ ഷാജു? തീർച്ചയായിട്ടും. യെസ്, നമുക്ക് മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. ശ്രീ സമീർ മൂസ, എനിക്ക് തോന്നുന്നു അങ്ങേക്ക് ഇതിൽ കുറേ കൂടി ഇൻപുട്സ് തരാൻ സാധിക്കും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പല കാര്യങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ എങ്ങനെ ചിന്തിക്കണം എന്ന്, കുട്ടികൾ ആരായി തീരണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് പറയുമ്പോൾ. അവിടെ അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് വളർത്തിയെടുക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു. വെറുതെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് കാണാപ്പാഠം പഠിച്ച് പരീക്ഷാ പേപ്പറിൽ ഛർദ്ദിച്ചിടുന്ന ഒരു രീതിക്ക് അപ്പുറത്തേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എങ്ങനെയായിരിക്കണം നമ്മൾ കുട്ടികളെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ അവരെ ഗൈഡ് ചെയ്യേണ്ടത്? ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ ഒരു നാടിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റവും മറ്റൊരു നാടിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് എടുത്തു വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ക്ലിയർ ആണ് സംഭവം. ഇപ്പൊ ഈ പറഞ്ഞ സംഭവം, അതായത് ഒരു ബ്രിട്ടീഷ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു ഇന്ത്യൻ സിലബസിൽ പഠിക്കുന്ന കുട്ടിയും, ജനറലി ഇന്ത്യൻ സിലബസിൽ ഞാനും പഠിച്ചിട്ടുള്ള ഇന്ത്യൻ സിലബസിലാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് പറയും, ഓക്കെ ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇത് പരീക്ഷയിൽ പോകണം, ഇത് എഴുതണം, ഇത് അവിടെ തീരും, ആ വിഷയം അവിടെ തീരുകയാണ്. നാളെ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെ ഉപയോഗപ്പെടും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവില്ല. പലപ്പോഴും സാറന്മാർ വരെ ഞങ്ങളോട് പറയാറുണ്ട്, യുവർ സിസ്റ്റം ഈസ് എ സാമ്പാർ. അത് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അതിലെല്ലാം കൂടി അവിയലും സാമ്പാർ പരുവത്തിൽ നമുക്ക് തരുന്നു, നമ്മൾ അങ്ങനെ കഴിക്കുന്നു, ആൻഡ് വി വോമിറ്റഡ് ഓൺ ദി ആൻസർ പേപ്പർ. അതാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. ബട്ട് ദ ഡിഫറൻസ് ഇൻ ദ അതർ സിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്പായി വരുന്ന ഒരു സിസ്റ്റം ഞാൻ അതിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഐ ഹാവ് സീൻ ദീസ് ചേഞ്ചസ് കം ഇൻ അവർ കൺട്രി ഓൾസോ. നമ്മുടെ നാട്ടിലും ആ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി സ്ലോ. നമ്മുടെ നാട്ടിൽ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ജനങ്ങളിപ്പോ ഒരു റീവാലുവേഷൻ അറ്റ് സ്പീഡ് ആണ് വേണ്ടത്. കുട്ടികൾക്ക് ആദ്യമായി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഇത് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ ഇന്ത്യൻസിന് ജനറലി ഉള്ള ഒരു കോൺസെപ്റ്റ്, എയ്തർ യു ആർ എൻ എഞ്ചിനീയർ ഓർ യു ആർ എ ഡോക്ടർ ഓർ യു ആർ നത്തിങ്. നിങ്ങളായി ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ആയി തീരണം എന്നുള്ള ഒരു പിക്ചറാണ് നമ്മൾ സാധാരണ ഇന്ത്യൻസ് കൊടുക്കുന്നത്. Apart from that field, generally a parent has to be educated to educate his child. ആ കുട്ടിയെ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ അതിനെ കുറിച്ച് ആദ്യം പഠിക്കണം. There are non-renewable sources of energy on which people are working now. There are renewable sources of energy which can be the future. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുത്താം. നാളെ അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസസ് സ്കൂളുകളിൽ നമ്മൾക്ക് നൽകാം. സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ഇന്ന സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ള ഒരു പിക്ചറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ കഴിയും. ചിലപ്പോൾ ഏതൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും നാളെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ വിൽ മോർ ഫോക്കസ് ഓൺ ദോസ് ഏരിയാസ് വിച്ച് ദർ ഇമ്പോർട്ടൻറ്റ്. അവർ കുറച്ചും കൂടി നന്നായി ചെയ്യാൻ ബാധ്യസ്ഥരാകുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാര്യങ്ങൾ അവർ അത് പഠിക്കാൻ ശ്രമിക്കും. അത് പഠിക്കുന്ന ആ കുട്ടികൾ ആ ഒരു ഫീൽഡിൽ എൻകറേജ് ചെയ്യാൻ കഴിവുള്ള ടീച്ചേഴ്സ് നമുക്ക് ആ ഫീൽഡിൽ വേണം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് മെന്റലി ഒരു കൾച്ചർ, ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ആ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന്
അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അത് വളരെ വൈകിയിരിക്കുന്നു. എന്നാലും ഞാൻ പറയാണ് ഇറ്റ് ക്യാൻ ബി ഡൺ. ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഫാക്ടർ നമ്മൾ പലപ്പോഴും ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത്, ഒന്ന് പ്രവാസി നാട് എന്നുള്ള രീതിയിൽ നമ്മൾ പലവട്ടമായി കണ്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് വിനോദ്ജി പറഞ്ഞ പോലെ 25 രൂപ അല്ലെങ്കിൽ 29 രൂപ കൊടുത്തിട്ട് വിളിച്ചിരുന്ന ആ ഒരു കാലം മാറി. ഇന്നൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഇറങ്ങി ജീവിതം വളരെ നോർമൽ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയതാണ്. ഓക്കെ, ദെൻ കോവിഡ് ഈസ് എ റെസ്ട്രിക്ഷൻ. ഇപ്പൊ അത് ബ്ലോക്കായി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ അതിൽ പല മുടക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ ഇവിടെ ഉള്ളതും അവിടെ ഉള്ളതും എല്ലാം ഇപ്പൊ ഒരുവിധം ഒരേ ലൈനിൽ വന്നു തുടങ്ങി. സോ വൈ നോട്ട് അഡാപ്റ്റ് എ സിസ്റ്റം? മറ്റുള്ളൊരു നാട്ടിൽ നമ്മളുടെ കുട്ടികൾക്ക് ഉപയോഗപരമായിട്ടുള്ള സിസ്റ്റം എന്തുകൊണ്ട് നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല? ഓക്കെ, ദർ മേ ബി reasons why schools are objecting to that in India. എഡ്യൂക്കേഷൻ സിസ്റ്റംസിനെ ബ്ലോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും നാട്ടിലുണ്ടാവും. കാരണം അവർക്ക് ആ ഒരു ബിസിനസ് ഓടണം എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് എനി ഫാക്ടർ, ബട്ട് ദിസ് ഈസ് എ റിയാലിറ്റി. ആ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവരാനും അത് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അറ്റ് എ കോസ്റ്റ് അഫോർഡബിൾ, അതിന് പറ്റുന്ന ഒരു കോസ്റ്റിൽ, അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും അതായിരിക്കും ഒരു എന്നെ സംബന്ധിച്ചോളം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അതിലേക്ക് ഒരു ഗവൺമെന്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നാളെ ഒരു ഫ്യൂച്ചർ നമ്മളുടെ കുട്ടികളിൽ, എല്ലാ കുട്ടികളിലും ഒരു നല്ലൊരു ഫ്യൂച്ചർ കാണാൻ കഴിയും. അത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്യും. വളരെ വിപ്ലവകരമായിട്ടുള്ള പിന്നീട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പേസ് തന്നെ, ഗതിവേഗം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യും. കാരണം അത് ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ തന്നെയും സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ തന്നെയും അതിലൊക്കെ തന്നെ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അത്തരത്തിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, തീർച്ചയായും ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചിന്തിക്കുന്ന രീതി അവിടെ മാറുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിപ്ലവം. ഒരു കോളേജിൽ എത്തിയാൽ കൊടി പിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു സ്ട്രൈക്ക് നടത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കില്ല ആ കുട്ടികളുടെ മൈൻഡിൽ. ആ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കേണ്ട വേറെ പല ഫീൽഡുകളിലേക്കും എനിക്ക് പോകാം, ഐ കുഡ് എക്സ്പ്ലോർ ദ വേൾഡ് ഇൻ എ ഡിഫറെന്റ് വേ എന്നുള്ള ആ ഒരു ചിന്തയാകും അവരുടെ. അത് മറ്റുള്ള രാജ്യങ്ങളിൽ അത് നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സിസ്റ്റം നമ്മുടെ കുട്ടികളിൽ കൊണ്ടുവന്നുകൂടാ? ആ ഒരു ചിന്ത എന്തുകൊണ്ടൊന്നും കൊണ്ടുവരാൻ കഴിയില്ല? നമുക്ക് കഴിയും. വി ക്യാൻ ഡു ഇറ്റ്. നമ്മുടെ കുട്ടികളെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രീഡം എങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുകൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമുക്ക് റെസ്പോൺസിബിൾ ആയിരിക്കണം, പക്ഷേ ഫ്രീഡം കൊടുക്കണം. അവർക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ഫ്രീഡം നമ്മൾ കൂടുതൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ, അത് സ്നേഹം കൊണ്ടാണെങ്കിൽ തന്നെയും അമിത വാത്സല്യം കൊണ്ടാണെങ്കിൽ തന്നെയും, എപ്പോഴും നമ്മുടെ ചിറകിനടിയിൽ നിർത്തി അവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു സിസ്റ്റം മാറണമെന്ന് തോന്നുന്നു, അല്ലേ? 14 വയസ്സുള്ള ഒരു കുട്ടി ജോലി എടുക്കുകയും അതേ സമയത്ത് അവൻ പഠിക്കുകയും ചെയ്യാൻ കഴിയും പല സ്ഥലങ്ങളിലും. അതെ, ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് പറയുന്നത്? കാരണം പാരന്റ്സ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മകൻ ഇത്ര വരെ പഠിച്ച് അവൻ ഒരു ജോലിയൊക്കെ നേടുന്നവരെ ഞാൻ അവനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് നിർത്തും എന്നുള്ള ആ ഒരു കൾച്ചർ മാറുക. അതെ, എനിക്ക് തോന്നുന്നു ശ്രീ വിനോദ്ജി എന്തോ പറയാനായി ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. വിനോദ്ജി. ലിയോജി, ആക്ച്വലി ഇപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷെ ഇന്നിപ്പം നമ്മൾ 75 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ഇതില് ഇപ്പം PM-ന്റെ സ്പീച്ചിലും ഇപ്പൊ 15th August മെനിങ്ങാന്നുള്ള സ്പീച്ചിലും അദ്ദേഹം പറഞ്ഞത് അടുത്ത 25 കൊല്ലത്തുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പോ അതില് കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ടു ഓൾ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ലൈക്ക് മീൻസ് ജെൻഡർ ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, അത് മാത്രമല്ല ഇപ്പൊ നേരത്തെ ലിയോജി പറഞ്ഞിട്ട് ഈസ് ഓഫ് ലിവിങ് ആസ് വെൽ ആസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പൊ അതില് നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റും എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റും ഈ കംപ്ലയൻസ് ഇഷ്യൂസിനെ കുറച്ചുകൂടി ഈസി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ എവിടെയും ആർക്ക് എന്ത് ബിസിനസ് ചെയ്യാന്ന് അത് ഈസിയാണ്. ദാറ്റ് ഈസ് നമ്പർ 1. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ ബജറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പോണത് നമ്മുടെ എനർജി കൺസംഷൻസിലാണ്. അപ്പൊ എനർജി സെൽഫ് സസ്റ്റെയിൻഡ് ആവണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോ ഗവൺമെന്റ് കൊണ്ടുവന്ന നാഷണൽ ഹൈഡ്രോജൻ മിഷൻ, അപ്പൊ ഗ്രീൻ ഹൈഡ്രോജന്റെ സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇപ്പം എന്താ പറയുക ഈ ഡോളർ റെമിറ്റൻസ് അത് വളരെ കുറയും. അത് മാത്രമല്ല നമുക്കൊരു സെൽഫ് സസ്റ്റൈനബിലിറ്റിയുടെ ലെവൽ എത്തും.
ആ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ്, അദ്ദേഹം പറഞ്ഞോട്ട്, PM മോദി പറഞ്ഞോട്ട്, നമ്മുടെ പ്രൊഡക്ട്സ് ഷുഡ് ബി അവർ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പോ നമ്മുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അങ്ങനെ ചെയ്യാൻ നിർത്താൻ ഈസ് ഓഫ് എക്സ്പോർട്ടിങ് ഐറ്റംസ്. നമ്മുടെ ഇവിടെ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഇവിടെ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലൊരു ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഷാജുജി പറഞ്ഞ കൊണ്ട് അവിടെ നമ്മൾ ചിന്തിക്കണോ അവിടെ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇവിടെ പോകണം, പിന്നെ ടാക്സിന്റെ കംപ്ലയൻസ്, മറ്റേ കംപ്ലയൻസ്, ഇതിനെക്കാട്ടിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അത് മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാവാം ചിലപ്പം ഗവൺമെന്റ് വേറൊരു കാര്യം കൂടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിനും ഒരു പുഷ് കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന് വേണ്ടി ഒരു മിനിസ്ട്രി തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൂടി എല്ലാവരും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ഫോക്കസ് ചെയ്ത് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇഫ് വി ക്യാൻ ബീറ്റ് ദ ടാർഗറ്റ്, ദെൻ ഈ പറയുന്ന കാര്യം 25 കൊല്ലത്തില് എല്ലായിടത്തും ഇലക്ട്രിസിറ്റിയും എല്ലായിടത്തും റോഡും അതുപോലെ തന്നെ ഫുഡ് ആരും നമുക്ക് എന്താ പറയുക പട്ടിണിയായിട്ട് ഇരിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് 25 yearsൽ ഇറ്റ് ഈസ് എ ഗുഡ് ടൈം ദാറ്റ് വി ക്യാൻ സീ എ വെരി ഡിഫറെന്റ് ഇന്ത്യ. നേരത്തെ സമീർജി പറഞ്ഞോട്ട് ലൈക്ക് തീർച്ചയായിട്ടും അതാണ് നമ്മൾ ചിന്തിച്ച് ലക്ഷ്യം വെച്ച്. ശ്രീ സമീർ, ആഡ് ചെയ്യാൻ ചുരുങ്ങിയ വാക്കുകളിൽ ആഡ് ചെയ്തോളൂ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ നിയമങ്ങളും അതിലൊരു സ്റ്റെബിലിറ്റി വരുത്തണം. ഓവർനൈറ്റ് ചേഞ്ചസ് ക്യാൻ എഫക്ട് പീപ്പിൾസ് തോട്ട്. ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും നാളെ ഞാൻ ഇതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, അത് മറ്റന്നാൾ എനിക്ക് ഇതിൽ നിന്നുള്ള റിട്ടേൺസ് വരുന്നതിന് മുമ്പ് ഒരു നിയമമാറ്റം വരുമോ എന്നുള്ള ഒരു ചിന്ത വരുന്ന ആ ഒരു രീതിയിലേക്ക് എത്തരുത്. കാര്യങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കൺട്രിയുടെയും എക്കോണമീനെ കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചു നിർത്തണമെങ്കിൽ ആ തോട്ട്, ആ സ്റ്റെബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിൽ. എക്സാക്ട്ലി, തീർച്ചയായിട്ടും ഒരു 25 years ഓഫ് ഡെവലപ്മെന്റ് ഇന്ത്യയിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ സീ ഇന്ത്യ ആസ് എ ക്ലീൻ ഇന്ത്യ, ഫ്രീ ക്രൈം ഫ്രീ ഇന്ത്യ, ഇൻഡിസ്ക്രിമിനേറ്റിംഗ് ഇന്ത്യ, ടോളറന്റ് ഇന്ത്യ, കമ്മ്യൂണിക്കേഷൻ ഫ്രീ ഇന്ത്യ, കമ്മ്യൂണലിസം ഫ്രീ ഇന്ത്യ, പവർട്ടി ഫ്രീ ഇന്ത്യ. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ 25 yearsൽ ഇന്ത്യയെ കാണാൻ ആഗ്രഹിക്കുന്ന. എല്ലാ ഫീൽഡിലേക്കും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട ആക്ഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്തിക്കണം. അത് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ there is a success ahead. യെസ്, എക്സാക്ട്ലി, തീർച്ചയായിട്ടും. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഇനിയും കുതിക്കും. വളരെ വേഗത്തിൽ ഏറ്റവും മുന്നിൽ നമുക്ക് ഈ ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കുവാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് അവസരങ്ങളുടെ നാടാണ്. ഇന്ത്യ എന്ന് പറയുന്നത് മാനവഭവശേഷിയുടെ ഒരിക്കലും തീരാത്ത സ്രോതസ്സുമാണ്. അത് നമ്മൾ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് കൃത്യമായി അതിനെ നയിച്ചു കൊണ്ടുപോകുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാനും സാധിക്കും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രവാസികൾ പറയട്ടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.